എല്ലാവർക്കും നമസ്കാരം. വെർച്വൽ വൈബ്സ് ദി ലിറ്റിൽ ലാൻറ്റേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ പ്രദോഷവ്രതമാണ്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രദോഷവ്രതം മാസത്തിൽ 2 തവണ വരുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ത്രയോദശി തിഥി വൈകുന്നേരം, അതായത് സൂര്യാസ്തമയ സമയത്ത് ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് നമ്മൾ പ്രദോഷവ്രതത്തിന് ആയിട്ട് എടുക്കുന്നത്. പ്രദോഷകാലം എന്ന് പറയുന്നത് സന്ധ്യാസമയമാണ്. പ്രദോഷവ്രതം അല്ലെങ്കിൽ പ്രദോഷം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അന്ധകാരത്തെ ഇല്ലാതാക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നമ്മൾ വ്രതമനുഷ്ഠിക്കുകയാണെങ്കിൽ വ്രതമനുഷ്ഠിച്ച് മഹാദേവനെയും പാർവതീദേവിയെയും ആരാധിക്കുന്നതുകൊണ്ട് സന്തോഷവും ആരോഗ്യവും വിജയവും പിന്നെ ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയില്ലേ, മോക്ഷം കിട്ടുക പറയില്ലേ, അങ്ങനെ പിന്നൊരു ജന്മം കൂടി വരാതിരിക്കുന്ന തരത്തിൽ ഉള്ള അനുഗ്രഹം കിട്ടുക എന്നാണ് പറയുക. അതേപോലെ തന്നെ ഒരു പ്രദോഷവ്രതം ആചരിക്കുന്നത് കൊണ്ട് മനസ്സമാധാനം, നമ്മുടെ മനസ്സിനുള്ള ഒരു ശക്തി ലഭിക്കുന്ന വ്രതമാണ് പ്രദോഷവ്രതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതം ഐശ്വര്യത്തിലേക്കും ധൈര്യത്തിലേക്കും നീങ്ങി സന്തോഷപ്രദമായ സമാധാനപ്രദമായ ഒരു ജീവിതം, ഐശ്വര്യപ്രദമായ ഒരു ജീവിതം നമുക്ക് കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഓരോ ദിവസം വരുന്ന പ്രദോഷത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. തിങ്കളാഴ്ച വരുന്നതിനെ നമ്മൾ സോമപ്രദോഷം എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നാളെ എന്ന് പറയുമ്പോൾ നാളെ വരുന്ന പ്രദോഷം ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച വരുന്ന പ്രദോഷത്തിന് നമ്മൾ ഭൗമപ്രദോഷം എന്നാണ് വിളിക്കാറ്. ഇനി ഭൗമപ്രദോഷം, അതായത് ചൊവ്വാഴ്ച വരുന്ന പ്രദോഷം എന്താണെന്ന് നോക്കാം. എപ്പോഴും പ്രദോഷം എന്ന് പറയുന്നത് സൂര്യാസ്തമയത്തിന് 1.5 മണിക്കൂർ മുമ്പുള്ള സമയവും അതേപോലെ തന്നെ സൂര്യാസ്തമയത്തിന് ശേഷമുള്ള 1.5 മണിക്കൂർ, ആ മൊത്തം 3 മണിക്കൂർ സമയത്തിനെയാണ് നമ്മൾ ഏറ്റവും ശുഭകരമായിട്ടുള്ള ആ 3 മണിക്കൂർ സമയത്തിനെ, ത്രയോദശി തിഥിയിൽ വരുന്ന ആ 3 മണിക്കൂർ സമയത്തിനെയാണ് നമ്മൾ പ്രദോഷകാലം എന്ന് വിളിക്കാറുള്ളത്. അത് മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും ഒരുമിച്ചുള്ള ഉമാമഹേശ്വര പൂജ എന്നുള്ള രീതിയിലുള്ള ആരാധനയും അതേപോലെ തന്നെ പ്രത്യേകതയുള്ളതാണ് നന്ദിദേവൻ്റെ പൂജ. അതായത് ഭഗവാന്റെ കാളയുണ്ടല്ലോ നന്ദിദേവൻ്റെ പൂജ അല്ലെങ്കിൽ അഭിഷേകം കൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് പ്രദോഷവ്രതം. അതായത് ഭഗവാനെ നന്ദിദേവൻ്റെ കൊമ്പുകൾക്കിടയിലൂടെ കാണണം എന്നാണ് പറയുക. ഭൗമ എന്ന വേട്, ഭൗമപ്രദോഷമാണ് ചൊവ്വാഴ്ചത്തെ പ്രദോഷം എന്ന് പറഞ്ഞു. ഭൗമ എന്ന വേട് അതൊരു സംസ്കൃത വേടാണ്. ആ സംസ്കൃതത്തിലെ ഭൗമ എന്നതുകൊണ്ട് ചൊവ്വയെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വ അധിപനായിട്ടുള്ള ദിവസമാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച വരുന്ന പ്രദോഷത്തിനെ നമ്മൾ ഭൗമപ്രദോഷം എന്ന് വിളിക്കും. ചൊവ്വയുടെ അധിപൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചൊവ്വ ഇതേപോലെ ഒരു കഥയുണ്ട്. ചൊവ്വ മഹാദേവനോട് തപസ് ചെയ്ത് പ്രാർത്ഥിച്ചു, കഠിനമായ തപസ് ചെയ്ത് മഹാദേവനോട് പ്രാർത്ഥിച്ചു എന്നും എന്നിട്ട് ഒരു മംഗൾ ലോകം, അതായത് ചൊവ്വയ്ക്ക് ഒരു ലോകമായിട്ട് തന്നെ ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തു എന്നുമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭൗമ പ്രദോഷത്തിന് നമ്മൾ വ്രതം എടുത്ത് ഭഗവാനെ വിധിക്കനുസരിച്ച് പൂജിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ കൃപയോടെ തന്നെ അനുഗ്രഹങ്ങൾ നമുക്ക് നേടാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ചൊവ്വാഴ്ച വരുന്ന ഈ പ്രദോഷത്തിനെ ഭൗമപ്രദോഷം എന്ന് മാത്രമല്ല, അതിനെ ഋണമോചന പ്രദോഷം എന്നുകൂടി വിളിക്കുന്നുണ്ട്. അതായത് കടങ്ങളിൽ നിന്ന് മുക്തി കിട്ടാനുള്ള ഒരു പ്രദോഷവ്രതമായിട്ടാണ് ഈ ഭൗമപ്രദോഷത്തിനെ അങ്ങനെ കൂടി പറയുന്നുണ്ട്.
നമ്മുടെ നെഗറ്റീവ് കർമ്മങ്ങളെ ഇല്ലാതാക്കിയിട്ട് ജീവിതത്തിൽ ലാഭകരമായ, എപ്പോഴും ഈ നെഗറ്റീവ് ശക്തികൾക്ക് അടിമപ്പെടുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് വികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോഴോ ഒക്കെയാണ് നമുക്ക് ജീവിതത്തിൽ വിജയം ഇല്ലാണ്ടാവണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദോഷവ്രതം, ഭൗമപ്രദോഷം നമ്മൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ തന്നെ നെഗറ്റീവ് കർമ്മങ്ങളെ അത് ഇല്ലാതാക്കണോ എന്നാണ് പറയുന്നത്. അങ്ങനെ നെഗറ്റീവ് കർമ്മങ്ങളെ ഇല്ലാതാക്കിയിട്ട് ജീവിതത്തിൽ ലാഭകരമായ അവസരങ്ങൾ അത് കൊണ്ടുതരണോ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഋണവിമോചന അല്ലെങ്കിൽ കടത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്ന പ്രദോഷം എന്ന് പറയാൻ കാരണം. ഇനി എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് നോക്കാം. എല്ലാ വ്രതങ്ങളും എടുക്കുന്ന പോലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് രാവിലെ എഴുന്നേൽക്കേണ്ടത്. അപ്പോഴേ തന്നെ മനസ്സിൽ ഞാൻ പ്രദോഷവ്രതം ഇന്ന് ആചരിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിനെ പറഞ്ഞ് പ്രതിജ്ഞ എടുക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ മനസ്സിൽ ഞാൻ ഇന്ന് പ്രദോഷവ്രതം എടുക്കാൻ പോവുകയാണ് എന്നുള്ള പ്രാർത്ഥനയോടെ എഴുന്നേൽക്കുക എന്നാണ് പറയുക. അതിനുശേഷം നേരത്തെ തന്നെ കുളി കഴിയുക. പിന്നെ ചുവന്ന നിറത്തിലുള്ള വസ്ത്രമാണ് പ്രദോഷവ്രതത്തിന് അല്ലെങ്കിൽ നാളത്തെ ചൊവ്വാഴ്ച വരുന്ന പ്രദോഷവ്രതത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ശരിക്കും പറയുന്നത് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള ഉപവാസമാണ് പറയണത്. പക്ഷേ ചിലർക്കത് കഠിനമായ ഉപവാസമായിട്ട് ആചരിക്കാൻ കഴിയും, ചിലർക്ക് അതിന് കഴിയില്ല. എങ്കിലും പാലും പഴങ്ങളും ഒക്കെ കഴിച്ചിട്ട് ഭാഗിക ഉപവാസം അനുഷ്ഠിക്കാം എന്നാണ് പറയുന്നത്. പ്രദോഷ സമയത്ത് ക്ഷേത്രങ്ങളിലായാലും ഇനിയിപ്പോൾ വീടുകളിൽ ചെയ്യാനായാലും പ്രത്യേക പൂജകൾ നടത്തുന്നത് നല്ലതാണ്. ഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുവിടുക. ഭഗവാന്റെ കുറച്ച് മന്ത്രങ്ങൾ ഷോർട്ടായിട്ട് 11 മന്ത്രങ്ങൾ ഷോർട്ടായിട്ട് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കേട്ട് നോക്കൂ. അതൊന്ന് എന്താ പറയുക, പ്ലേ ചെയ്താലും മതി. നമുക്കതൊരു ഭയങ്കര ഒരു അനുഭൂതിയാണ്. നമ്മൾ ഈ ഏറ്റുമാനൂരപ്പൻ്റെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു അനുഭൂതി കിട്ടില്ലേ, നമ്മളിങ്ങനെ താഴത്തേക്ക് ആ പടികൾ ഇറങ്ങുമ്പോൾ ആ ഓം എന്നുള്ള ആ ഒരു പ്രണവമന്ത്രം കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് അവിടെ. അതേപോലെ തന്നെയാണ് ഈ മന്ത്രങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അല്ലെങ്കിൽ നമുക്കൊരു വിടാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, അങ്ങനെ ചെയ്യുക. ഏത് മന്ത്രമായാലും കുഴപ്പമില്ല, 11 മന്ത്രങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് നാളെ പറയുക പ്രദോഷകാലത്ത്. മഹാദേവൻ്റെ ഏതെങ്കിലും 11 മന്ത്രങ്ങൾ എന്നാണ് പറയുന്നത്. മഹാദേവനും ദേവിക്കും ഒരുമിച്ച് പൂജ ചെയ്യുന്നതിനോടൊപ്പം നന്ദിദേവനോടി പൂജ ചെയ്യണം എന്നാണ്. അതായത് നന്ദിക്ക് അഭിഷേകമാണ് പറയുന്നത് പ്രത്യേകതയിൽ. അതായത് ഭൗമ പ്രദോഷത്തിൽ നന്ദി അഭിഷേകം പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. പൂജാവിധി എങ്ങനെയാണെന്ന് പറയാം. സൂര്യാസ്തമയത്തിന് മുമ്പ് കുളിക്കണം എന്നാണ് പറയുക. സൂര്യാസ്തമയത്തിന് മുമ്പ് കുളിക്കണം. ഗണപതി, ശിവൻ, പാർവതി, നന്ദി ഈ 4 പേരെയാണ് ആരാധിക്കേണ്ടത്. ഒരു കലശത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിൽ ദുർവ വയ്ക്കുക, കറുകയുണ്ടല്ലോ കറുക വയ്ക്കുക. അതിനുശേഷം താമരപ്പൂവാണ് സമർപ്പിക്കേണ്ടത്. വിളക്ക് കൊളുത്തിയതിന് ശേഷമാണ് അഭിഷേകം ചെയ്യേണ്ടത്. പിന്നെ നാളത്തെ വിളക്ക് എന്ന് പറയുന്നത് നെയ്വിളക്കാണ് കൊളുത്തേണ്ടത്. അഭിഷേകം എപ്പോഴും ആദ്യം നമ്മൾ ജലം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ശുദ്ധമായ ജലം ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ അഭിഷേകം ചെയ്യേണ്ടത്. അതിനുശേഷം പാല് കൊണ്ട് അഭിഷേകം ചെയ്യണം. അഭിഷേകത്തിന് ശേഷം നിവേദ്യം സമർപ്പിക്കുക. ശർക്കര, ചുവന്ന പയറൊക്കെ ഉണ്ടല്ലോ, വൻപയർ, അതൊക്കെ നമ്മൾ നിവേദ്യമായിട്ട് വയ്ക്കുന്നത് നല്ലതാണ്. പൂക്കൾ സമർപ്പിക്കുക. പൂക്കളുടെ അർച്ചന ചെയ്യുമ്പോൾ മന്ത്രങ്ങൾ ചൊല്ലണം. ചുവന്ന പൂക്കൾ അല്ലെങ്കിൽ വെളുത്ത പൂക്കൾ ഇതാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. വെളുത്ത പൂക്കളോ ചുവന്ന പൂക്കളോ ആണ് സമർപ്പിക്കേണ്ടത്. അതിൽ തന്നെ താമരയ്ക്ക് ഏറ്റവും പ്രാധാന്യം പറയുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ പൂജ ആയതുകൊണ്ട് തന്നെ കൂവള ഇല സമർപ്പണം ചെയ്യണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമർപ്പണം എന്ന് പറയുന്നത് വെറ്റിലയാണ്. വെറ്റില, നാണയം, അരി ഇതാണ് സമർപ്പിക്കേണ്ടത്. അരി സമർപ്പണമാണ് എപ്പോഴും ഈ കടബാധ്യതകളിൽ നിന്ന് അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതിക്കായിട്ട്
പ്രദോഷവ്രതത്തിൽ സമർപ്പിക്കേണ്ട വസ്തു എന്ന് പറയുന്നത്. പിന്നെ ദീപം ആരതി എടുക്കുക, ധൂപം എടുക്കുക, അതിനുശേഷം കർപ്പൂര ആരതി എടുക്കുക. അതിനുശേഷം നമ്മൾ എപ്പോഴും ക്ഷമായാചന മന്ത്രം ചൊല്ലിയിട്ട് പൂജ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി നമ്മുടെ ചൊവ്വാദോഷമൊക്കെ ഉള്ള ജാതകമുള്ള ആൾക്കാർക്ക് അതിൻ്റെ തീവ്രത കുറയ്ക്കാനും ഈ ചൊവ്വാഴ്ചകളിൽ വരുന്ന പ്രദോഷങ്ങൾ എടുക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത്. കടബാധ്യതകൾ മാറിയിട്ട് സാമ്പത്തിക പുരോഗതിക്ക് പ്രധാനപ്പെട്ട ഒരു പ്രദോഷവ്രതമാണ് നാളത്തെ ഭൗമപ്രദോഷവ്രതം എന്ന് പറയുന്നത്. ഒരു പ്രദോഷവ്രതം എടുക്കുന്നത് 15 ദിവസം അമ്പലത്തിൽ പോകുന്ന പുണ്യമാണ് എന്നാണ് പറയുന്നത്. അഭിഷേകം ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നന്ദി അഭിഷേകമുണ്ട്, ശിവലിംഗം ഉണ്ടെങ്കിൽ ശിവലിംഗം അഭിഷേകവും കൂടി ചെയ്യണം. അപ്പോൾ നന്ദിയുടെ കുഞ്ഞു പ്രതിമ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൽ അഭിഷേകം ചെയ്യാൻ പറ്റും, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ശിവലിംഗത്തിലും അഭിഷേകം ചെയ്യാൻ പറ്റും. ഇത് രണ്ടും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അമ്പലത്തിൽ വൈകിട്ട് പോവുക, കുളിച്ചിട്ട് അമ്പലത്തിൽ പോവുക, എന്നിട്ട് അവിടെ അഭിഷേകത്തിന് ഷീട്ടാക്കിയാൽ മതി, അവിടെ ചെയ്തോളും. പ്രദോഷവ്രതത്തിലെ അഭിഷേകങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് ശുദ്ധമായ ജലം, അത് ആദ്യത്തെ അഭിഷേകമാണ്. പിന്നെ എടുക്കുന്നത് പാല്, തേന്, നാരങ്ങാനീര്, പിന്നെ ചന്ദനം, അരി, പിന്നെ നമ്മൾ വേവിച്ച അന്നം ഉണ്ടല്ലോ, അന്നം, പിന്നെ നെയ്യ്, തൈര്, ഇളനീരിൻ്റെ വെള്ളം, പിന്നെ പഞ്ചസാരയുടെ അഭിഷേകം, അതേപോലെ കരിമ്പ് ജ്യൂസ് എടുക്കുമല്ലോ, അത് കരിമ്പിൻ്റെ നീര്, കരിമ്പിൻ്റെ ജ്യൂസ്, പിന്നെ പഞ്ചാമൃതം. ഈ രീതിയിലാണ് അഭിഷേകത്തിൻ്റെ വസ്തുക്കൾ എന്ന് പറയുന്നത്. അതിൽ ഓരോന്നുകൊണ്ടും അഭിഷേകം ചെയ്യുന്നതിന് ഓരോ ബെനിഫിറ്റ്സാണ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസാണ് പറയുന്നത്. അതിൻ്റെ പ്രാധാന്യം ഓരോന്നുകൊണ്ടും അഭിഷേകം ചെയ്യുമ്പോൾ വെവ്വേറെ പ്രാധാന്യമാണ് പറയുന്നത്. അതിൽ നാളത്തെ അഭിഷേകം, അതായത് നാളത്തെ പ്രത്യേക വഴിപാട് എന്ന് പറയുന്നത് അഭിഷേകം തന്നെയാണ്. നന്ദി അഭിഷേകവും ശിവലിംഗാഭിഷേകവുമാണ് ചെയ്യേണ്ടത്. നാളത്തെ വസ്തു ഏതാണെന്ന് വെച്ചാൽ അരിയാണ്. അരി വെച്ചിട്ടാണ് നമ്മൾ നാളത്തെ അഭിഷേകം ചെയ്യേണ്ടത്. അരി വെച്ചിട്ട് അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ അത് കടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു എന്നാണ് പറയുക. അപ്പോൾ നാളത്തെ ഋണ വിമോചന പ്രദോഷം കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ നാളെ ജലാഭിഷേകത്തിന് ശേഷം അരി കൊണ്ടാണ് അഭിഷേകം ചെയ്യേണ്ടത്. പറ്റുമെങ്കിൽ പഞ്ചാമൃതം ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നാളത്തെ പൂജ എന്ന് പറയുന്നത് അഭിഷേകം, മന്ത്രജപം, മെഡിറ്റേഷൻ, പിന്നെ ഓഫറിങ്സ് എന്നുള്ള രീതിയിലാണ് പൂജ ചെയ്യേണ്ടത്. അപ്പോൾ അഭിഷേകം ആദ്യം ചെയ്യുക, മന്ത്രജപങ്ങൾ ചെയ്യുക. അതിനുശേഷം മന്ത്രജപങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, സ്വീറ്റ്സ് ഒക്കെ നമ്മൾ സമർപ്പിക്കേണ്ടത്. ഇനി ഭൗമപ്രദോഷം നാളത്തെ സമയം എന്ന് പറയുന്നത് 6:18 PM മുതൽ 8:49 PM വരെയാണ് പൂജാ സമയം എന്ന് പറയുന്നത്. അതിനുള്ളിലാണ് നമ്മൾ പൂജ ചെയ്യേണ്ടത്. 6:18 PM മുതൽ 8:49 PM വരെ അതിനുള്ളിലാണ് പൂജ ചെയ്യേണ്ടത്. അപ്പോൾ നാളത്തെ പ്രദോഷവ്രതം എല്ലാവർക്കും സമ്പൽ സമൃദ്ധി നൽകി ജീവിത പുരോഗതി നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.